തൻ്റേതായിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ റാസി ഒരു പാഠമാണെന്ന് റാസിയുടെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതലായും വരാറ് അല്ലേ? ഫേസ്ബുക്കിൻ്റെ റീൽസും ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസും തുറന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തും ഡ്യൂറ്റ് ചെയ്തിട്ടും നിരവധി ആളുകൾ രംഗത്ത് വരാറുമുണ്ട്. ഇതേ സോഷ്യൽ മീഡിയയിൽ അപകടങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അയാൾക്ക് എന്ത് പറ്റി? അയാളെ ആരെങ്കിലും രക്ഷിച്ചോ? അല്ല എങ്കിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുണ്ടോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ് പച്ചയായ സത്യം. കാറ് വന്ന് ലോറിയിലേക്ക് ഇടിക്കുന്നതും അതുപോലെ തന്നെ ബൈക്ക് വന്ന് കാറിലേക്ക് ഇടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ. ഇതൊന്നുമല്ലാതെ സ്വമേധയ അപകടങ്ങൾ സംഭവിക്കുന്ന ദൃശ്യങ്ങൾ വേറെ. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് CCTV ഫുട്ടേജുകളാണ്. അതെ, അത്തരത്തിലുള്ള ഒരു CCTV ഫുട്ടേജിൻ്റെ പിന്നണിയിലേക്കാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അതായത് അത്തരത്തിൽ വൈറലായ ഒരു CCTV ഫുട്ടേജിലെ ഒരാളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെ, ഒരു കാറ് മുന്നിലൂടെ വരുന്നു. ആ കാറിനെ മറികടന്ന് ഒരു ബൈക്ക് പോകുന്നു. എന്നാൽ ഈ കാറ് ബൈക്കിലേക്ക് ചെറിയ രീതിയിൽ തട്ടുന്നു. ബൈക്കിൽ നിന്നുള്ള യുവാവ് നേരെ തെറിച്ചു വീഴുന്നത് ഒരു ലോറിക്കടിയിലേക്കാണ്. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആ ദൃശ്യം കാണുക. ആ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആ ദൃശ്യത്തിൽ ആ ബൈക്ക് ഓടിച്ചിരുന്ന ആളാണ് റാസി എന്ന നെല്ലിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഇയാൾ ആ വാഹനത്തിൽ നിന്ന് തെറിച്ച് നേരെ വീഴുന്നത് ലോറിക്കടിയിലേക്കാണ്. ആ ദൃശ്യം കാണുന്ന ആരായാലും ഇയാൾക്ക് വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ച് കാണും എന്ന് കരുതും. കാരണം ലോറിയുടെ ടയറുകൾ ഇയാളുടെ കാലിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ആ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഈ റാസി പറയുന്നത് തന്നെയായിരിക്കും. എന്താണ് റാസി സംഭവിച്ചത്? ഏത് സമയത്താണ് സംഭവിച്ചത്? വൈകുന്നേരം ഒരു 3 മണിക്ക്. വൈകുന്നേരം 3 മണിക്ക്. ഈ വൈകുന്നേരം 3 മണിക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വരായിരുന്നു? ആ സംഭവം ഒന്ന് പറയാമോ? ഞാൻ ചെമ്പരിക്കാന്ന് കാഞ്ഞങ്ങാട് റൂട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, കാഞ്ഞങ്ങാട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ കാറുകാരന് നല്ല സ്പീഡിലുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾക്ക് പെട്ടെന്ന് വന്ന് അതിടിച്ച് കാറ് അശ്രദ്ധ. എന്നിട്ട് ആ കാറ് കുത്തിയിട്ടായിട്ട് ഞാൻ നേരെ തെറിച്ച് റോട്ടിൽ വീണിട്ട് ലോറി വന്ന് കയറി. എന്തായിരുന്നു ആ ഒരു സമയത്ത് അനുഭവിച്ചത്? ആ ഒരു ഷോക്ക് എന്തായിരുന്നു? ഷോക്ക് ഒരു സമയത്ത് ഒരാൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി. വലിയൊരു അനുഭവമാണ്. റാസിയുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റണ്ടിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റണ്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസുകൾ കാണാൻ വേണ്ടി സാധിച്ചു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഇത്തരത്തിൽ വേഗതയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, ബൈക്ക് ഒരു ക്രേസായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഓടിക്കാൻ പാടില്ല. അത് ഒരു അനുഭവം വന്നാൽ അറിയും. ഇപ്പം എന്ത് തോന്നുന്നു റാസിക്ക്? എന്താണ് തോന്നുന്നത്? ഇത് പെട്ടെന്നുള്ള ഒരു ഷോക്കായി. സത്യം പറഞ്ഞാൽ ഇപ്പം അറിയുന്നുണ്ട്. ഈ പെയിന് വന്നാലേ മനുഷ്യന്മാർക്ക് അറിയും സംഭവം എന്ത്. ഈ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകളെല്ലാം ഉണ്ടല്ലോ. റാസിയുടെ തന്നെ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോടൊക്കെ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ആദ്യം ഒരു പുച്ഛായിരുന്നില്ലേ ഇങ്ങനെ വേഗത്തിൽ പോകുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ? പോട്ടിപ്പോൾ ആരെയും മെയിൻ്റ് ആക്കണ്ടെന്നുള്ള തോന്നിയില്ലേ? ഇപ്പോൾ എന്താണ് തോന്നുന്നുള്ളത്? അവരൊക്കെ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാതാപിതാക്കളുടെയൊക്കെ ഒരു വലിയ പ്രാർത്ഥന അല്ലേ?
മാതാപിതാക്കളെ പ്രാർത്ഥന ഇപ്പം ഇങ്ങനെയുള്ള എല്ലാം കണ്ടാട്ടില്ല. ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി? അതിനുശേഷം ആക്സിഡന്റിന് ശേഷമായിരിക്കുമല്ലോ ആ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി. ഞാൻ കണ്ടിട്ട് ഷോക്കായി ആ വീഡിയോ കണ്ടിട്ട്. ആ വീഡിയോ കണ്ടിട്ട് എന്നെ കാണാൻ വന്ന കുറേ പേരുണ്ട് ഇവിടെ. അവരൊക്കെ എന്താ ചോദിച്ചു വന്നത്? ഇത്രേ പറ്റിയുള്ളൂ ചോദിച്ച്. സത്യം പറഞ്ഞാൽ എല്ലാവരും നെട്ടിപ്പോയി. എന്നെ അറിയാത്ത കുറേ ആൾക്കാർ വന്നിട്ട് എന്നെ നോക്കാൻ വന്നിന് ഇവിടെ. ഇതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ഒരു വലിയ പ്രചരണം നടത്തുമോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ? അങ്ങനെ ഓടിക്കേണ്ടെന്ന് ഞാൻ കുറേ പേരോട് പറയും. കൊള്ളാം, പക്ഷെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. അല്ല, അതല്ല അതിന്റെ ഒരു ശരി. അതെ, അതായത് ഈ പബ്ലിക്കിലൊക്കെ സ്റ്റാൻഡ് ചെയ്യുന്നില്ല, അത് പാടില്ല. റോഡിലൊക്കെ ഒരു പ്ലെയിൻ ഗ്രൗണ്ടൊക്കെ കിട്ടിയാൽ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അല്ലേ? ഒന്ന് എണീക്കാൻ തോന്നുന്നില്ലേ ഇപ്പം? എണീച്ച് നടക്കാൻ തോന്നുന്നു, പറ്റുന്നില്ല. ആരാ ഇതൊക്കെ സഹായിക്കാനൊക്കെ കൂടെ ഉള്ളത്? എൻ്റെ ഫ്രണ്ട്സ്. ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് അല്ലേ? അതെ. അതായത് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സാധിക്കില്ല, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ആരാ? ഫ്രണ്ട്സ്. നന്മനെ പോലെ യാറുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങൾ വരാറില്ല. എനിക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, റാദി ഇവിടെ ഉണ്ട്. റാദിയുടെ ഉമ്മ അല്ലെ രാത്രി നിൽക്കാറില്ല. ഇപ്പോൾ റാദിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ റാദിക്ക് ഒറ്റക്ക് പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരാ റാദി ചെയ്യുന്നത്? വല്ല രക്തബന്ധമോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, റാദിയുടെ ഒരു കൂട്ടുകാരനാണ്, അല്ലെ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നല്ലൊരു കാര്യമാണ് കേട്ടോ. അതിനൊരു എൻ്റെ ഒരു കയ്യടി ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്തായാലും അതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? യഥാർത്ഥ സൗഹൃദത്തിൻ്റെ ഉടമയാണ് ആ വ്യക്തി. ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആളാണ് ഏറ്റവും വലിയ ചങ്ങാതി, അല്ലേ? ചില ചങ്ങാതിമാരൊക്കെ ഉണ്ടാവാറുണ്ട്, അതായത് അവസരം കിട്ടുമ്പോൾ മുതലെടുക്കാൻ വരുന്ന, ചതിക്കുന്ന ചില ചങ്ങാതിമാരൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ചങ്ങാതിമാരെ ആർക്കും ലഭിക്കാതിരിക്കട്ടെ. അപ്പം എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പങ്കുവെച്ചോ? ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. കുറേ ആളിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആൾക്കാർക്ക് സംഭവം എന്തെന്ന് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അങ്ങനെയായിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുറേ എണ്ണം മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ. അവർക്കറിയില്ലല്ലോ അനുഭവിച്ച വേദനകൾ. പിന്നെ ഒരാൾ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പങ്കുവച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. കറക്റ്റ്. അപ്പൊ എന്തായാലും റാസിയുടെ ഈ ഒരു അവസ്ഥ ആരും നിസ്സാരമായി കാണരുത്, അല്ലേ? റൈഡൊക്കെ കൊള്ളാം. കാരണം ഈ മല്ലു ട്രാവലിനെ പോലെയുള്ള ആളുകളൊക്കെ ഇനിയും വരട്ടെ. കാരണം അവരുടെ ആഘോഷങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള പരിപൂർണ അധികാരം അവർക്കുണ്ട്. അതിൽ കയറിയിട്ട് ഇടപെടാൻ നമ്മൾ ആരുമല്ല. ന്യായമായിട്ടുള്ള ജനാധിപത്യ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ടുള്ള എല്ലാ യാത്രകളും എല്ലാ റൈഡും എന്താണ് അവരുടെ ആഗ്രഹങ്ങളാണ് എങ്കിൽ അവരത് ചെയ്തോട്ടെ. അതിലൊന്നും കയറിയിട്ട് ഇടപെടാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കരുത്. അത്തരത്തിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചേക്കാം. റാസിയുടെ ഈ ഒരു അവസ്ഥ ഇനി ആർക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. റാസി ഇപ്പോൾ ഇവിടെ കിടന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷേ മാരകമായിട്ടുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഡോക്ടർമാരുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആശ്വസിക്കാനുള്ള കാര്യമാണ്. തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അത് കഴിഞ്ഞാലേ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട കാഴ്ച കണ്ടിട്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ തുണയിൽ അതൊന്നും സംഭവിച്ചില്ല. ഇവൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ അതൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒപ്പം റൈഡിങ് എന്ന് പറയുന്നത് ക്രേസി ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകാം. അതൊക്കെ ജനാധിപത്യ രാജ്യത്ത് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പബ്ലിക് റോഡിൽ സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിയമപരമായിട്ടുള്ള അനുവാദത്തോടു കൂടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അമിത വേഗതയിലൂടെ സ്വന്തം സഹപ്രവർത്തകരെ അഥവാ റോഡിലൂടെ പോകുന്ന മറ്റുള്ള വാഹനക്കാരെ മെയിൻറ്റ് ചെയ്യാതെ
അവർക്കൊരു വിലയും നൽകാതെ ബഹുമാനിക്കാതെ തൻ്റേതായിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ റാസി ഒരു പാഠമാണെന്ന് റാസിയുടെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വലിയൊരു പാഠമായിട്ട് ഇത് ഉൾക്കൊള്ളുക. റാസി അപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള റൈഡുകളെ ബോധവൽക്കരിക്കില്ലേ ആളുകൾക്ക് മുന്നിൽ? തീർച്ചയായും എല്ലാ വിധത്തിലും രംഗത്തുണ്ടാവും. തീർച്ചയായും RTO ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക്? തീർച്ചയായിട്ടും പോകും. അല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ അപകടകരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? ആർക്കും ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. റാസി എത്രയും പെട്ടെന്ന് ഈ അപകടത്തെ തരണം ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥയെയും കൂടി തരണം ചെയ്തിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് ആളുകൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ പറ്റുന്ന ഒരു നല്ലൊരു റൈഡറായിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, എന്തായാലും അവസാനിപ്പിക്കാം. ക്യാമറ പേഴ്സൺ ഷമീമിൻ്റെ കൂടെ ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.